ചുട്ട ഇലയട ഉണ്ടാക്കിയല്ലോ ഗോതമ്പും തേങ്ങയും ഉപ്പും കൊണ്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. ഇലയെ പരത്താൻ പാകത്തിന് കേട്ടോ. എന്നിട്ട് ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടിയും കൂടെ കൂട്ടി മിക്സും കൂടി ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം ഇലയടയിലേക്ക് പരത്തിയ ഗോതമ്പിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് ഈ ശർക്കരയും തേങ്ങയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അടയ്ക്കുക. പിന്നിട്ട് നമുക്ക് നല്ല ചൂടായ കലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ കുറച്ചതിന് ശേഷം കുറേശ്ശെ തിരിച്ചു മറിച്ച് നമുക്ക് ഇട്ടെടുക്കണം കേട്ടോ. കുറച്ച് സമയം കൊണ്ട് അത് ഉണങ്ങി വരത്തുള്ളൂ. പക്ഷെ നല്ലൊരു മണവും അത് ഉണങ്ങി വരുമ്പോൾ കേട്ടോ. അങ്ങനെ അത് അവിടെ പതുക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് പോയി. ഞാൻ അന്നേരം എന്നെ സഹായിക്കാനായിട്ട് കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ട് അമ്മയും വന്നു. തീരുന്നതനുസരിച്ച് കുപ്പിയിൽ വെള്ളമൊക്കെ അമ്മ എടുത്തു തരുമായിരുന്നു. അങ്ങനെ എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടൊന്നും വന്നില്ല. ആരും കാപ്പ് കുടിക്കാൻ അവൻ വന്നില്ല, സ്കൂൾ വിട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന കാപ്പ് കുടിച്ചേക്കാന്നത് റോയിച്ചിനും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഞാനും റോയിച്ചിനും അമ്മയും കൂടി ഇരുന്ന് കാപ്പി കുടിച്ചു കേട്ടോ, ഇലയടയൊക്കെ കൂട്ടി. അങ്ങനെ കാപ്പുകൂടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടൊന്ന് കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങി. കുറച്ച് നേരമൊക്കെ മുറ്റത്തവിടെയൊക്കെ നടന്ന് തുണിയൊക്കെ പെറുക്കിയിട്ടു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗും തീർന്നു, ഞങ്ങളുടെ പണികളെല്ലാം തീർന്നു. നാളത്തെ വ്ളോഗിൽ കാണുന്നത്. ടാറ്റ ബൈ ബൈ, സീ യു.